ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഷെമീർ വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് കുറച്ച് വീഡിയോസ് പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ അപ്രതീക്ഷിതമായിട്ടൊരു ആളെ കണ്ടുമുട്ടി. പെട്ടെന്ന് നിങ്ങളെയൊക്കെ എല്ലാവരും നന്നായിട്ട് അറിയുന്ന, നിങ്ങളൊക്കെ ചിലപ്പോൾ തെറി വിളിച്ചിട്ടുണ്ടാവും, ചീത്ത വിളിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. അത്രയും വീഡിയോസൊക്കെ ചെയ്യുന്ന, കുവൈത്തിൽ താമസിക്കുന്ന ഒരു നല്ലൊരു യൂട്യൂബർ, എല്ലാവരും അറിയുന്ന യൂട്യൂബറാണ്. അദ്ദേഹത്തെ യാദൃശ്ചികമായിട്ട് ഞാൻ വീഡിയോ ഒക്കെ പിടിക്കുന്ന സമയത്ത് കണ്ടുമുട്ടിയതാണ്. അപ്പോൾ അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആരാണെന്ന് സർപ്രൈസാണ്. ആരാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? ഒരു ചെകുത്താനാണ്. ഓക്കെ, നമുക്ക് അദ്ദേഹത്തിന് പരിചയപ്പെടാം. ഇതാണ് കക്ഷി. ഹലോ. ഞാനിവിടെ ലൈവ് ഇട്ടുകൊണ്ട് പോയപ്പോഴാണ് ഞാൻ പിന്നെ ലൈവ് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മളൊക്കെ കൂടുതലും ഈ ചെകുത്താൻ എന്ന് പറയുന്ന ഒരു ചാനൽ, യൂട്യൂബ് ചാനൽ, അദ്ദേഹത്തെ മോഹൻലാലിനൊക്കെ വിമർശിച്ചിട്ടും മമ്മൂട്ടിനെയൊക്കെ വിമർശിച്ചിട്ടൊക്കെ ഉള്ള സിനിമാ നടന്മാരൊക്കെ വിമർശിച്ചിട്ടുള്ള കൂടുതൽ വീഡിയോസൊക്കെ അതിനകത്ത് കാണുന്നുണ്ട്. അവർ ഫാൻസൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും വീഡിയോസ് ഇടുന്ന ഒരാളെയാണ് യാദൃശ്യമായിട്ട് കണ്ടത്. അപ്പോൾ എന്തായാലും കാണാൻ വിചാരിച്ച ആള് തന്നെയാണ് അദ്ദേഹത്തെ. പറയൂ, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ. അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഞാനൊരു വഴിക്ക് പൊയ്ക്കൊണ്ടിരിക്കുമല്ല. പോയാലോ? നിങ്ങളെങ്ങോട്ട് പോവല്ലോ? ഞാനും പോയായിരുന്നു. ഞാനും ഒരു വ്ളോഗ് ഇവിടെ വെച്ച് ഇങ്ങനെ ഞാനൊരു വ്ളോഗ് ചെയ്യണം വിചാരിച്ചിട്ട് ഇങ്ങനെ പോകായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ നിങ്ങളെ കാണുന്നത്. അപ്പോൾ ഇതൊരു വ്ളോഗായിട്ട് നമുക്ക് മാറ്റിയല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരു എന്താണ് കൊളാം അങ്ങനൊന്നും ഇല്ല. ഇവിടെ കണ്ടുമുട്ടിയാൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ. അല്ലാതെ കമന്റ് ചെയ്യുമ്പോൾ അതിന് റിപ്ലൈ കൊടുക്കാറുണ്ടോ? എന്തെങ്കിലും കമന്റ് കുറവേ റിപ്ലൈ കൊടുക്കാറുള്ളൂ. ആണോ? മെസ്സേജസിന് മാത്രമേ റിപ്ലൈ ചെയ്തു. ഈ പേഴ്സണൽ മെസ്സേജ് അയക്കും അല്ല, ആളുകൾ പേഴ്സണൽ മെസ്സേജ് അയക്കുമ്പോൾ ഒത്തിരി വരും. നമുക്കൊരു ഒത്തിരി കമന്റ് വരും. അപ്പോൾ എല്ലാം കൂടെ വായിക്കാൻ പറ്റും. കുറച്ചൊക്കെ നോക്കും ഇടയ്ക്കൊക്കെ. പക്ഷെ എന്നാലും മുഴുവനൊന്നും എടുത്ത് നോക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അത്രയും ഇത് വരും, നോട്ടിഫിക്കേഷൻ വരും. ആണല്ലേ? ഓക്കെ, നമ്മുടെ പ്രേക്ഷകരുടെ അടുത്തൊന്നൊരു ഹായ് പറയാം. ഹായ്. പണ്ടത്തെ പോലെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഇതൊന്നുമില്ല, ആക്രമണമൊന്നുമില്ല അല്ലേ? ഇടയ്ക്കൊക്കെ അത് സംഭവിച്ചു പോകുന്ന, നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നൊന്നുമല്ല. അതിൽ കേൾക്കുന്നവൻ അത് അക്രമമായിട്ട് തോന്നിക്കഴിയുമ്പോഴേ പ്രശ്നമുള്ളൂ. അല്ലാതെ ഞാനത് അക്രമം ഉണ്ടാക്കാൻ പറഞ്ഞതായിരിക്കത്തില്ല. ചില സമയത്തേക്ക് ചിലതൊക്കെ ഈ തിരിച്ചു കയറി വരും. അത് നമ്മളറിഞ്ഞ് അത്രയും മെനക്കെടുത്താൻ ഉദ്ദേശിച്ച് ചെയ്യുന്നതല്ല. ചില സംഭവങ്ങൾ അങ്ങനത്തെയാ. ചില കാര്യങ്ങൾ നടക്കുമ്പോഴേ നമ്മൾ പറയുന്നത് തിരിച്ചാണ് ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് കയറിങ്ങി വരും. ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ എന്താണ് ഒരു വിമർശനം തന്നെ, ഒരു പ്രത്യേക രീതിയിലുള്ളൊരു വിമർശനം. അപ്പോൾ അത് കാണുമ്പോൾ ആളുകൾക്ക് ഒരു കലിപ്പുണ്ടാവും, അത് വേറെ കാര്യം. പക്ഷേ സത്യസന്ധമായിട്ടുള്ള ഒരു വിമർശനമൊക്കെയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ചില കാര്യങ്ങളിലുള്ള പ്രതികരണമാണ്, ചില അനീതികൾക്കെതിരെയുള്ള പ്രതികരണമാണ്, സംഭാഷണമാണ്. ഇദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ ഇദ്ദേഹം അത്ര ഭീകരമൊന്നും അല്ല. ഒരു തമാശ പറയുന്നത് കൂട്ടിയാൽ മതി. ഇതിനകത്തൊക്കെ ഒരു തമാശയുണ്ട്. മോണിറ്റൈസേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഇത് എന്താ പറയുക, ഈ ട്രാൻസ്ഫർ ചെയ്യാനുള്ള സെറ്റപ്പ് ഒന്നും ആയിട്ടില്ല. അത് മോണിറ്റൈസ് ചെയ്ത് വെച്ചിട്ട് പിന്നെ എന്തോ ചടങ്ങൊക്കെ അവർ ചോദിക്കുമ്പോൾ അവർ അഡ്രസ്സൊക്കെ കൊടുത്തിട്ട് ലെറ്റർ വരുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലേ. അങ്ങനത്തെ കേസിനകത്ത് കുടുങ്ങി നിൽക്കുക. അത് കഴിഞ്ഞാൽ ഇൻകം വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വേറെ കാണിച്ചു തരാം. പൈസ വരുന്ന എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതിനകത്തൊന്ന് ഭയങ്കര ഏർണിങ്സ് അല്ലേ, അതായതാണൊക്കെ. അതൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ എനിക്കിതുവരെ പറ്റിയിട്ടില്ലെന്നേ ഉള്ളൂ. ശ്രമിക്കാതിരുന്നിട്ടൊന്നും അത് നടക്കും. പിന്നാലെ നടന്നോളും. വെറുതെ ഒന്നും പൈസക്ക് അത്യാവശ്യം വരുവാണ് പെട്ടെന്ന് ചെയ്യാം അല്ലേ? അത് ശരി. എന്തായാലും കണ്ടവർ വളരെ സന്തോഷം കേട്ടോ. നിങ്ങളെ പരിചയപ്പെടാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. വളരെ സന്തോഷം. ഇതുപോലെ ഒന്ന് രണ്ട് പേരെ ഞാനിവിടെ പരിചയപ്പെട്ടിട്ടുള്ളൂ ആകെ. അതായത് ബ്ലോഗ് ചെയ്യുന്നവരും അങ്ങനെയൊക്കെ ആയിട്ടെ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒരാളെടുത്തു, ഞാൻ അറിയാതൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഇട്ട് പോസ്റ്റും ചെയ്തിട്ടുണ്ട്. എന്തോ ആയോ എന്തോ. പുള്ളി എന്നെ വിളിച്ചോണ്ട് പോയി വേറെ സ്ഥലത്ത് വെച്ചിട്ട് ഭയങ്കര സംസാരം, ഞങ്ങൾ അഭിപ്രായങ്ങളൊക്കെ പറയുകയും ഇന്റർവ്യൂ മോഡലൊക്കെ ഇട്ട് നല്ല ചളവാ. അതും കാണാം. അങ്ങനെ ഒരു രണ്ടു മൂന്ന് പേര്. ഇവിടെ വേറെ ഒരാളോടുണ്ട്, വേറെ ഒരു ബ്ലോഗ് ചെയ്യുന്ന ഒരാളൊരു വിഷ്ണു എന്ന് എന്തോ പേരാ. വിഷ്ണു ഐക്ലിക്സ് ആണോ? എനിക്ക് അങ്ങനെ ചാനലിന്റെ പേര് അറിയത്തില്ല. പുള്ളി ഇടയ്ക്ക് വിളിക്കും. പക്ഷെ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. ഇന്ന് പുള്ളി കാണാം, നാളെ കാണാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് പോവാ. ഞാനാ ഒഴിഞ്ഞു പോകുന്നേ. ഇപ്പൊ കണ്ടില്ല, ഇപ്പൊ ഇവിടെ വെച്ച് കണ്ടു കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നിന്ന് പോകും. അപ്പൊ അതുകൊണ്ട് കൃത്യ സ്ഥലം പറയാൻ പറ്റത്തില്ല. പുള്ളിക്കയുടെ കൂടെ ഇരിക്കാനൊന്നും പറ്റിയിട്ടില്ല. പുള്ളിക്കാരനും ബ്ലോഗൊക്കെ ഉണ്ട്. അപ്പൊ കണ്ട് സംസാരിക്കുന്ന ഇതുപോലെ വെറുതെ കാഷ്വൽ ടോക്ക് എന്നൊക്കെ പറഞ്ഞോണ്ട് ഞാൻ പോകട്ടെ. യാദൃശ്യമായിട്ട് കണ്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഒന്ന് രണ്ട് യൂട്യൂബ് ചാനലുണ്ട്. മെയിനായിട്ട് ചെകുത്താൻ എന്ന് പറയുന്ന ഒരു ചാനലിൽ കൂടെയാണ് അദ്ദേഹം നമ്മളായിട്ട് സംസാരിക്കുന്നത്. ഓക്കെ,
ഞാനിപ്പോൾ. അപ്പോൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്ക് വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.